जनवरी है और आजकल तो दुनिया में भी देखो राम का कितना आह्वान कर रहे हैं, हाँ, तो उस परमात्मा को कितना पुकार रहे हैं और हम उस परमात्मा से मंगल मिलन मना रहे हैं, तो कितने हम भाग्यशाली हैं. സമയത്തിൻ്റെ സ്പീഡ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇന്ന് ലോകം മുഴുവൻ രാമനെ ആഹ്വാനം ചെയ്യാണ്. എന്നാൽ അല്ലേ, പരമാത്മാവിനെ തന്നെയാണ് അവർ ആഹ്വാനം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പരമാത്മാവുമായി മംഗളമായ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. उसी राम राज्य में हम जाने की तैयारी कर रहे, काफ़ी समय से तैयारी कर रहे. നമ്മൾ വളരെ കാലങ്ങളായിട്ട് ആ രാമരാജ്യത്തിലേക്ക് പോകുവാനായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. इसलिए बाबा की प्रत्यक्षता जल्दी ही होने वाली है. इसलिए बाबा कहते हैं अपने पुरुषार्थ की स्पीड को बढ़ाओ. ബാബയുടെ പ്രത്യക്ഷത വളരെ വേഗത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് പറയാണ് അല്ലേ, നമ്മുടെ പുരുഷാർത്ഥത്തിൻ്റെ സ്പീഡ് ഇപ്പോൾ വർദ്ധിപ്പിക്കണം. तो तीव्र पुरुषार्थ करना मतलब कोई रात भर जा करके योग लगाना, मौनी बाबा बन करके बैठना, किसी से बात नहीं करना, कोई जंगल में जाना, इसको तीव्र पुरुषार्थ नहीं कहेंगे. അല്ലേ, തീവ്ര പുരുഷാർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പർവ്വതത്തിൻ്റെ മുകളിൽ പോയിരുന്ന് തപസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ മൗനമായിരിക്കണമെന്നോ അല്ലെങ്കിൽ കാട്ടിൽ പോയി തപസ് ചെയ്യണമെന്നോ അതൊന്നും അല്ല അതിൻ്റെ അർത്ഥം. कोई व्यक्ति दौड़ा फिर वापस आया, फिर दौड़ा फिर वापस आया, फिर दौड़ा फिर वापस आया, कहाँ रहेगा? वही के वही रहेगा, जहाँ से निकला वहीं रहेगा. ഒരാൾ ഓടുകയാണ്, ഓടിയിട്ട് തിരിച്ച് നിന്ന സ്ഥാനത്തേക്ക് തന്നെ ഓടിയെത്തുന്നു, പിന്നെ ഓടുന്നു, പിന്നെയും തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ മടങ്ങി വരുന്നു അല്ലേ. അപ്പം അങ്ങനെ ഓടിയിട്ട് കാര്യമില്ല. तो इसी तरह हमने भी रात भर जाकर के योग लगाया, सारा दिन परचिंतन किया, सारा दिन निगेटिव सोचा, सारा दिन देह भान में रहे, जितना दौड़े थे उतना वापस आए. ഒന്ന് ആലോചിച്ച് നോക്കി, രാവിലെ നമ്മൾ അമൃതവേള യോഗ വളരെ പവർഫുള്ളായിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പകൽ മുഴുവൻ നമ്മൾ പരചിന്തനം ചെയ്തു അല്ലേ. നമ്മൾ നമ്മുടെ സമയം പാഴാക്കി കളഞ്ഞു, അങ്ങനെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ചു അല്ലേ. ഇങ്ങനെ വരുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? അതായത് നമ്മൾ ആ പുരുഷാർത്ഥം പകൽ മുഴുവൻ കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ എന്താണ്, ഇവിടുന്ന് ഓടിയിട്ട് അതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയ പോലെയാവും. तीव्र पुरुषार्थ मतलब अपने संकल्प को बचाना, किसी का परचिंतन ना करना, सदा बाबा के श्रीमत प्रमाण चलना, हमारे जो ब्राह्मणों के नियम है मर्यादा उस प्रमाण चलना, ये है तीव्र पुरुषार्थ. അല്ലേ, തീവ്ര പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? തീവ്ര പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ തൻ്റെ സങ്കല്പങ്ങളെ വ്യർത്ഥമാക്കി കളയരുത്, പരചിന്തനം ചെയ്യരുത് അല്ലേ, മറ്റുള്ളവരെ പറ്റി ചിന്തിച്ച് നമ്മുടെ സമയം കളയരുത് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ സമയം പാഴാക്കി കളയരുത്, നമ്മുടെ വാക്കുകൾ പാഴാക്കി കളയരുത്. അപ്പോൾ അതാണ് തീവ്ര പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ബാബ നൽകിയ ദിനചര്യയിലൂടെ ജീവിക്കുക, പൂർണ്ണമായിട്ടും ബാബയുടെ ശ്രീമത്തിലൂടെ ഓരോ കർമ്മങ്ങളും ചെയ്യുക. क्योंकि तीव्र पुरुषार्थ करने से आपका जमा होना चाहिए. अगर आप पुरुषार्थ करते जमा नहीं है, अनुभव नहीं है, आपका तीव्र पुरुषार्थ नहीं है. നമ്മൾ പുരുഷാർത്ഥം ചെയ്യുമ്പോൾ നമ്മുടെ പുണ്യത്തിൻ്റെ സ്റ്റോക്ക് നിറയുന്നില്ല, ഈശ്വരീയ ഖജനാവുകൾ നിറയുന്നില്ല എങ്കിൽ അല്ലേ, തീർച്ചയായിട്ടും ബാക്കി നമ്മൾ എന്തെല്ലാം സേവ ചെയ്യുന്നു അല്ലെങ്കിൽ പുരുഷാർത്ഥം ചെയ്യുന്നു, പക്ഷെ നമ്മുടെ ആത്മാവിലേക്ക് ആത്മ ഉന്നതി ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. क्योंकि अब हमें वापिस जाना है, इसके लिए एवर रेडी बनो. അതുകൊണ്ട് തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് മടങ്ങി പോകണം, അതിനുവേണ്ടി എവർ റെഡി ആകൂ. तो कौन कौन एवर रेडी? हाथ खड़ा करो. ആരൊക്കെ എവർ റെഡി ആകും? കൈ ഉയർത്തു. जाने के लिए तैयार है? പോകാൻ തയ്യാറായിരിക്കുന്നു? अच्छा, सभी ने हाथ खड़ा किया, बहुत अच्छा है. सभी ने हाथ तो खड़ा किया, लेकिन तैयार किसको कहेंगे? എല്ലാവരും കൈ ഉയർത്തി, പക്ഷെ തയ്യാറായി എന്ന് എങ്ങനെയാ പറയാൻ പറ്റുക? तैयार अर्थात जिसकी एक सेकंड में अशरीरी स्थिति बनती है, जिसके अंदर कोई पुराने संस्कार नहीं, कोई विकार नहीं, कई जन्मों के सारे विकर्म विनाश कर दिया, वो है तैयार. जो सदा निराकारी विधेयी अशरीरी में रहता है वो है तैयार. जिसके संस्कार देवताओं के समान है वो है तैयार. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ തയ്യാറെന്ന് പറയുന്നത്? ഒരു സെക്കൻഡിൽ നമുക്ക് അശരീരി സ്ഥിതിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? നിരാകാരി സ്ഥിതിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടോ അല്ലേ? നമ്മൾ നമ്മുടെ ഉള്ളിലെ പഞ്ചവികാരങ്ങളെ ജയിച്ചിട്ടുണ്ടോ അല്ലേ? എങ്കിലാണ് നമ്മൾ എവർ റെഡി. സെക്കൻഡിൽ ദേവതയുടെ സംസ്കാരത്തിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നുണ്ടോ? നമ്മളിൽ എപ്പോഴും ആ ദേവതാ സംസ്കാരം ദേവതാ ജീവിതമാണോ?
और जिसको लगता है सचमुच मैं बीके बन करके जो जीवन में पाना था, मज़े आ गए, मैंने कोई गलत काम नहीं किया, मैंने बहुत अच्छा काम किया, मैंने बहुत सेवाएं की, बहुत पुण्य जमा किया, वो है तैयार। അല്ലേ, ബാബയുടെ കുട്ടിയായിട്ട് യാതൊരു പാപങ്ങളും ചെയ്തില്ല, യാതൊരു തെറ്റുകളും ചെയ്തില്ല, ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്തു, ശ്രേഷ്ഠകർമ്മങ്ങൾ ചെയ്തു, അല്ലേ, തൻ്റെ ആത്മാവിനെ ഉയർത്താനുള്ള ശ്രേഷ്ഠമായിട്ടുള്ള പുരുഷാർത്ഥം ചെയ്തു. എങ്കിലാണ്, പുണ്യം നിറച്ചിട്ടുണ്ടെങ്കിലാണ് അല്ലേ നമ്മൾ തയ്യാറായി എന്ന് പറയാൻ പറ്റുള്ളൂ. तैयार उसको कहेंगे जिसने अपने आने वाली सतयुग दुनिया में बहुत सारी प्रजा बनाई, बहुत लोगों को ज्ञान सुनाया, वो है तैयार. मैंने आज तक किसी को एक को भी ज्ञान नहीं सुनाया, एक को भी बीके नहीं बनाया, प्रजा नहीं बनाई, वो काय का तैयार है? അപ്പോൾ നമ്മൾ തയ്യാറെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വരാൻ പോകുന്ന സത്യുഗ രാജ്യത്തിലേക്ക് ധാരാളം പ്രജകളെ തയ്യാറാക്കണം, അല്ലേ? അപ്പോൾ അങ്ങനെ അത്രയും പ്രജകളെ നമ്മൾ തയ്യാറാക്കിയോ? ധാരാളം പേർക്ക് നമ്മൾ ബാബയുടെ ജ്ഞാനം പകർന്നു കൊടുത്തോ? ബാബയുടെ പരിചയം കൊടുത്തോ? അപ്പോഴേ നമ്മൾ തയ്യാറായി എന്ന് പറയാൻ പറ്റുള്ളൂ. आजकल कई दुनिया के लोग भी कहते हैं, भगवान मुझे उठा लो, बहुत समस्या है, मुझे लेके चलो. उसको तैयार थोड़ी कहेंगे. ലോകത്തിലുള്ളവരും പറയാറുണ്ട്, ഭഗവാനെ ഞങ്ങളെ എളുപ്പം വിളിച്ചുകൊണ്ട് പോകൂ, അല്ലേ, ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകൂ, കാരണം ഇവിടെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാരണം ഇതിനൊക്കെ നേരിടാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങളെ കൊണ്ടുപോകും. അതിനെ നമ്മൾ തയ്യാറെന്ന് പറയാൻ പറ്റുമോ? कई इसीलिए हाथ खड़ा करते हैं, रोज़ अमृत वाला उठो, रोज़ सेंटर पर आओ, रोज़ बाहर का भोजन नहीं खाओ, इसीलिए बाबा मैं तैयार हूँ, लेके चलो. उसको तैयार थोड़ी कहेंगे. क्या बोला? आप कई इसीलिए हाथ खड़ा करते हैं, रोज़ अमृत वाला उठो, रोज़ मुरली सुनो, इस कलयुग दुनिया में रहो, रोज़ बाहर का, इसीलिए कई को सोचते हैं कि अब बाबा लेके चलो, सारी जो करना है इसकी झंझट पूरी हो जाएगी. അല്ലേ, ഇപ്പോൾ നമ്മൾ ദിവസം അമൃതവേള യോഗ ചെയ്യുന്നു, അല്ലേ, നമ്മൾ പുരുഷാർത്ഥം ചെയ്യുന്നു, മുരളി കേൾക്കുന്നു, അല്ലേ, പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ഈ ലോകത്തിൽ ധാരാളം പ്രോബ്ലംസ് അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്നു, ഇതിൽ നിന്നൊക്കെ ഒന്ന് ഫ്രീ ആകാലോ, അതുകൊണ്ട് എന്നെ കൊണ്ടുപോകൂ എന്ന് വിചാരിക്കുന്നതിൽ കാര്യമുണ്ടോ? इसलिए अब हमें तीव्र पुरुषार्थ करके, क्योंकि अब हमारे पास समय बहुत कम है. हाँ, वैसे तो बाबा ने संगम युग 100 साल का कहा था, और अभी तो 88 साल लगभग पूरा होने जा रहे हैं. അല്ലേ, സംഗമയുഗം എന്ന് പറയുന്നത് 100 വർഷമാണ്, അതിൽ 88 വർഷങ്ങൾ കടന്നു പോവുകയാണ്. अभी हमारे हाथ में केवल 12, 13, 14 साल बाकी हैं. അല്ലേ, ഒരു 14 വർഷം ബാക്കിയുണ്ട്. लेकिन ये 14 साल आपका शरीर रहेगा या नहीं रहेगा, क्या भरोसा है? ഈ 14 വർഷം നമ്മുടെ ശരീരം ഉണ്ടാകുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ, ഗ്യാരണ്ടി ഉണ്ടോ? मम्मा कहती थी हर घड़ी को अंतिम घड़ी समझो. അതുകൊണ്ടാണ് മമ്മ പറഞ്ഞത്, ഓരോ നിമിഷവും അന്തിമ നിമിഷമാണെന്ന് മനസ്സിലാക്കൂ. इसलिए अब हमें एक एक पल, एक एक सेकंड ऐसा पुरुषार्थ करना है जो जन्म जन्मांतर के मेरे विकर्म विनाश होते जाए, हाँ, भविष्य के लिए मेरे संस्कार अच्छे बनते रहें. इसीलिए अब हमें तीव्र पुरुषार्थ करना है. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഓരോ ശ്വാസവും ഓരോ നിമിഷവും നമ്മൾ പുരുഷാർത്ഥത്തിൽ സഫലമാക്കണം, അല്ലേ? അങ്ങനെ നമ്മൾ സഫലമാക്കണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വളരെ സഹജമായി നമുക്ക് നമ്മുടെ സമ്പൂർണ്ണതയിലേക്കും സമ്പന്നതയിലേക്കും പോകാൻ കഴിയണം. സത്യയുഗത്തിലെ ആ സംസ്കാരത്തിലേക്ക് നമുക്ക് വരുവാൻ കഴിയണം. मेरा समय वेस्ट ना जाए, मेरे श्वास वेस्ट न जाए, हर पल कर्म योगी സദാ ബനാ करके रहे. നമ്മുടെ സമയം വേസ്റ്റ് ആകരുത്, സങ്കല്പം വേസ്റ്റ് ആകരുത്. നമ്മൾ ഓരോ നിമിഷവും കർമ്മയോഗിയായിട്ട് നമ്മുടെ ജീവിതം സഫലമാകണം. तो हम तीव्र पुरुषार्थ करने के लिए क्या धारणा करें, क्या पुरुषार्थ करें जो मेरा तीव्र पुरुषार्थ रहे, सदा निरंतर योगी बन करके रहे. തീവ്ര പുരുഷാർത്ഥം ചെയ്യാൻ, നിരന്തര യോഗിയായിരിക്കാൻ നമ്മൾ എന്ത് ധാരണയാണ് ചെയ്യേണ്ടത്, എന്ത് പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത്? तो तीव्र पुरुषार्थ करते समय हमारे जीवन में क्या क्या विघ्न आते हैं, जिसे मेरा तीव्र पुरुषार्थ के बजाय हम ब्रेक लग जाता है. जैसे गाड़ी स्पीड में चढ़ रहे हैं और अचानक ब्रेकर आ गया तो क्या होता है, गाड़ी की स्पीड कम करनी पड़ती है. തീവ്ര പുരുഷാർത്ഥം ചെയ്യുമ്പോൾ, അല്ലേ, വിഘ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നു, അല്ലേ? അപ്പോൾ ആ വിഘ്നങ്ങൾ വരുമ്പോഴെന്താ സംഭവിക്കുക, അല്ലേ? നമ്മളിങ്ങനെ വണ്ടി സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ വിഘ്നങ്ങൾ വന്നാൽ ഭയങ്കരമായിട്ട് നമുക്ക് ബ്രേക്ക് ഇടേണ്ടതായിട്ട് വരും. तो हमारे तीव्र पुरुषार्थ के कौन से ब्रेकर्स हैं, और उस ब्रेकर को तोड़ो, और तब जाकर के आपका तीव्र पुरुषार्थ हो जाएगा, समय पर मंजिल तक पहुंच जाएंगे.
അതുകൊണ്ട് നമ്മുടെ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ പാതയിൽ എന്തെല്ലാം തടസ്സങ്ങൾ വരുന്നുണ്ട്, ആ തടസ്സങ്ങളെ സമാപ്തമാക്കി എങ്ങനെ നമുക്ക് തീവ്ര വേഗതയിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാം. क्योंकि जैसे ट्रेन चलने के समय 3 सीटी मारी जाती है, 2 सीटी तो लग गई, हाँ, उसके बाद अब तीसरी लास्ट की सीटी होगी, ट्रेन चल पड़ेगी. എങ്ങനെ ട്രെയിൻ പോകുന്നതിന് മുമ്പായിട്ട് 3 വിസിൽ വിളിക്കും. 2 വിസിൽ വിളിച്ച് കഴിഞ്ഞിട്ട് 3ാമത്തെ വിസിൽ വിളിച്ച് കഴിഞ്ഞാൽ ട്രെയിൻ സ്റ്റാർട്ടായി കഴിഞ്ഞു. जैसे कल हम लोग स्टेशन पर गए, जैसे गए बस सीढ़ी उतर रहे थे तब तक ट्रेन चल पड़ी. ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ കയറാൻ വേണ്ടിയപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടേക്ക് സ്റ്റെപ്പ് കയറി ഇങ്ങനെ ഇറങ്ങി അവിടെ ചെല്ലുമ്പോഴേക്കും 3ാമത്തെ വിസിൽ വിളിച്ചു, വണ്ടി പോയി. तो इसलिए तो तीव्र पुरुषार्थ के कौन से ब्रेकर्स है जो मेरा पुरुषार्थ कमज़ोर हो जाता है, ढीला हो जाता है, वो ब्रेकर के ऊपर हमने चर्चा करेंगे. അപ്പോൾ നമ്മളുടെ തീവ്ര പുരുഷാർത്ഥത്തിൽ എന്താണ് നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്നത്, ആ തടസ്സങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം. तो सबसे पहला ब्रेकर है पर चिंतन, पर दर्शन करना, किसी के दोष देखना. किसी का ദോഷ് ദേഖന. അപ്പം നമ്മൾ നമ്മുടെ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കാത്തത് പരചിന്തനം, പരദർശനം. പരദർശനം നമ്മൾ ചെയ്യുമ്പോൾ അത് എന്ത് സംഭവിക്കുന്നു, മറ്റുള്ളവരുടെ കുറവുകളും മറ്റുള്ളവരുടെ ദുർഗുണങ്ങളും നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ പുരുഷാർത്ഥത്തിലാണ് വലിയ തടസ്സമായിട്ടത് മാറുന്നത്, മുന്നോട്ട് പോകാൻ പറ്റില്ല. क्योंकि जब हम किसी के दोष देखते हैं, अवगुण देखते हैं, पर चिंतन करते हैं, तो हम कर्म योगी नहीं बन सकते. മറ്റുള്ളവരുടെ അവഗുണങ്ങളെ കണ്ട് പരചിന്തനം ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും കർമ്മയോഗിയാകാൻ സാധ്യമല്ല. पर चिंतन करने से, किसी के दोष देखने से, अवगुण देखने से വായുമണ്ഡൽ ഖരാബ് കർ ലേത്തെ ഹൈ. പരചിന്തനം ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ കുറവുകൾ കാണുമ്പോൾ, ദുർഗുണങ്ങൾ കാണുമ്പോൾ, ദോഷങ്ങൾ കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വായുമണ്ഡലം ദുഷിക്കുന്നു. इतना ही नहीं, पर चिंतन करने से, किसी के दोष देखने से, अवगुण देखने से बाबा हमें प्यार नहीं करेगा, बाबा से हमारा योग भी नहीं लगेगा. പരചിന്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവരുടെ കുറവുകളും ദോഷങ്ങളും എല്ലാം നമ്മുടെ മനസ്സിൽ നിറയ്ക്കുകയാണ്, കൊണ്ട് നടക്കുകയാണ് എങ്കിൽ ബാബ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവില്ല, ബാബയുടെ സ്നേഹം നമുക്ക് ലഭിക്കുകയേ ഇല്ല. हमारी खुशी गायब हो जाएगी, നമ്മുടെ സന്തോഷം അപ്രത്യക്ഷമാകും. इतना ही नहीं, पर चिंतन करने वालों के दिमाग में ज्ञान की पॉइंट्स, खुशी के पॉइंट, नशे के पॉइंट नहीं रहेगी. അതുകൊണ്ട് പരചിന്തനം ചെയ്യുന്ന കുട്ടികളുടെ ബുദ്ധിയിൽ ജ്ഞാനം ഉണ്ടാകില്ല, സന്തോഷം ഉണ്ടാകില്ല, ചുറുചുറുക്കം ഉണ്ടാവില്ല, ഇതൊന്നും ഉണ്ടാവില്ല. उसका टाइम वेस्ट हो जाएगा, समय वेस्ट हो जाएगा. അവരുടെ സമയം ഒരുപാട് പാഴാകും, അവരുടെ സങ്കല്പങ്ങളെല്ലാം പാഴാകും. और जो भी वो कुछ करता है वो वेस्ट के खाते में जमा हो जाता है. वो तीव्र पुरुषार्थ के बजाय उसका ढीला पुरुषार्थ होगा. അവരുടെ ചിന്തയും വാക്കും കർമ്മവും എല്ലാം വ്യർത്ഥതയിലേക്ക് പോകും, ഒരുപാട് വ്യർത്ഥതയാണ്. അതുകൊണ്ട് അവർക്ക് തീവ്ര പുരുഷാർത്ഥിയാകാൻ ഒരിക്കലും സാധിക്കുന്നില്ല. और पर चिंतन करने से, किसी के दोष देखने से उस व्यक्ति के प्रति नफरत आती है, घृणा आती है, उसे हम एक किनारा कर लेते हैं. നമ്മൾ പരചിന്തനം ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ വ്യക്തിയിൽ നിന്ന് അകൽച്ച ഉണ്ടാകുന്നു, ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ വളരെയധികം ദൂരേക്ക് പോകുന്നു. तो ये परचिंतन हमारे तीव्र पुरुषार्थ का बहुत बड़ा ब्रेकर है. അതുകൊണ്ട് പരചിന്തനം എന്ന് പറയുന്നത് നമ്മുടെ തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിലെ ഏറ്റവും വലിയ തടസ്സമാണ്. आप किसी के घर में जाओ, उनके बच्चे बैठे हैं, बाप भी बैठा है, बच्चों को कहेंगे बच्चा ठीक नहीं, ये तो नालायक है, ये ऐसा करता है, वैसा करता है. और बाप को कहेंगे आप बहुत अच्छे, आप कितने अच्छे, बाप कहेगा तुम पहले यहाँ से भाग जाओ. हाँ, क्योंकि हर मम्मी पापा को अपने बच्चे प्यारे होते हैं. എങ്ങനെ നമ്മൾ ആരുടെയെങ്കിലും വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ അവിടെയുള്ള അച്ഛനും അമ്മയും മക്കളൊക്കെ ഉണ്ട്, അവരുടെ കുട്ടിയെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും പറയുകയാണ് എങ്കിൽ ആ അച്ഛൻ എന്തായിരിക്കും പറയുക, താങ്കൾ ആദ്യം ഒരു ആശീർവാദം നൽകൂ എന്നാ പറയുക, ആശീർവചനം പറയും.
इसी तरह सारा दिन कहेंगे बहन ऐसे, वो भाई ऐसा है, वो ऐसा है, वो ऐसा है, भाभी ऐसे, पड़ोसने ऐसे, दूसरे के दोस्त देखेंगे और शाम को योग में बैठेंगे, मीठे बाबा, प्यारे बाबा, अब शांति के सागर, दया के सागर। बाबा कहेगा मैं भूल गया, मुझे याद दिला रहे हैं, पहले तुम यहाँ से भाग जाओ। क्योंकि सारे संसार के जितने भी लोग हैं, किसके बच्चे? बाबा के बच्चे। अगर उन्हीं की ग्लानि करेंगे, उन्हीं के दोस्त देखेंगे, अवगुण देखेंगे और बाबा की महिमा करेंगे तो योग कैसा लगेगा? इसलिए तीव्र पुरुषार्थ करने के लिए परचिंतन, परदर्शन बहुत बड़ा विघ्न है। അല്ലേ? ഇപ്പം നമ്മൾ ദിവസം മുഴുവൻ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അല്ലേ, എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കാണുക, അവരുടെ കുറവുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുക അല്ലേ, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും? നമ്മൾ ഈ സന്ധ്യയ്ക്ക് യോഗം ചെയ്യാനിരിക്കുന്ന സമയത്ത് എത്ര സ്നേഹത്തോടുകൂടി നമ്മൾ ബാബയെ ഓർമ്മിച്ചാലും ബാബയുടെ മഹിമകൾ പാടിയാലും അല്ലേ, ബാബ നമ്മളിൽ നിന്ന് എപ്പോഴും ദൂരെയായിരിക്കും അല്ലേ. ബാബ നമ്മളെ ദൂരേക്ക് പൊയ്ക്കോളാൻ പറയും നമ്മളോട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദിവസം മുഴുവൻ എന്താണ് നമ്മുടെ മനസ്സിൽ? എപ്പോഴും മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും. और सरस्वती किसके ऊपर बैठे? हंस के ऊपर बैठे, कौवे के ऊपर सरस्वती माँ थोड़ी बैठी है। इसी तरह जो परचिंतन करता है, परदर्शन करता है, उसके दिमाग में ज्ञान की सरस्वती, ज्ञान के पॉइंट्स नहीं बैठ सकेंगे। അതുകൊണ്ട് സരസ്വതി എങ്ങനെയാണ്? ഹംസവാഹിനിയാണ് അല്ലേ, ഹംസത്തിൻ്റെ മേലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആരാണോ പരചിന്തനവും പരദർശനവും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കുട്ടികളുടെ മനസ്സിലേക്ക് ഒരിക്കലും ജ്ഞാനത്തിൻ്റെ സരസ്വതി വരികയില്ല. അവരുടെ മനസ്സിൽ ജ്ഞാനമുണ്ടാവില്ല, ജ്ഞാനത്തിൻ്റെ പോയിന്റുകളും ജ്ഞാനചിന്തനവും ഉണ്ടായിരിക്കില്ല. अब जब सरस्वती नहीं बैठी, दिमाग में ज्ञान ही नहीं है, तो उसको जो चेहरे में खुशी होनी चाहिए, जो आत्मिक स्थिति होनी चाहिए, जो मनन चिंतन करना चाहिए, जो परमधाम दिखना चाहिए, सारा बंद हो जाता है। इसीलिए पुरुषार्थ ढीला होने का कारण है ये पर चिंतन पर दर्शन। അതുകൊണ്ട് പരചിന്തനം ആരാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, ആ കുട്ടികൾക്ക് ഒന്ന് ജ്ഞാനമാകുന്ന സരസ്വതി അവരുടെ മനസ്സിലുണ്ടാവില്ല. അവർക്ക് ജ്ഞാനത്തെ ധാരണ ചെയ്യാൻ പറ്റില്ല, ജ്ഞാനമനനം ചെയ്യാൻ പറ്റില്ല, ബാബയുടെ ഓർമ്മയിലിരിക്കാൻ പറ്റില്ല അല്ല. ഇതൊന്നും അവരുടെ മനസ്സിൽ ബാബ നൽകുന്ന ഈ ജ്ഞാനം ഉണ്ടായിരിക്കില്ല, അതിനവിടെ സ്ഥാനമില്ല. പകരം അവരുടെ മനസ്സിൽ മുഴുവൻ ആ ചപ്പ് ചവറുകളാണ്. इतना ही नहीं, पर चिंतन करने वालों के बुद्धि को ताला लग जाता है। अब जिसके बुद्धि को ताला लगा हुआ है, बुद्धि बंद है, उसको ना परमधाम दिखता है ना परमात्मा दिखता है, बुद्धि भटकती है, मन भटकता है, वो पुरुषार्थ ढीला हो गया। तीव्र पुरुषार्थ के बजाय उसकी 0 स्पीड हो गई। അല്ലേ, ആരാണോ പരചിന്തനം ചെയ്യുന്നത് അവരുടെ ബുദ്ധി ലോക്കായി പോവും. ബുദ്ധി ലോക്കായി പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ ബാബയെ ഓർമ്മിക്കാൻ പറ്റില്ല അല്ലേ. ബാബയുടെ അടുക്കൽ നമ്മൾ ഇരിക്കുന്നതൊന്നും ഭാവനയിൽ കാണാൻ പറ്റില്ല, അനുഭവം ചെയ്യാൻ പറ്റില്ല, ജ്ഞാനം ബുദ്ധിയിലിരിക്കില്ല. പുരുഷാർത്ഥം വളരെ അയഞ്ഞു പോകും, ലൂസാവും. പുരുഷാർത്ഥത്തിൽ വളരെയധികം നമ്മൾ പിന്നോട്ട് പോകും. इसलिए जैसे कोई फैक्ट्री से धुआं निकलता है तो गवर्नमेंट क्या करते हैं? उसको बंद करते हैं, क्योंकि पॉल्यूशन हो रहा है। इसी तरह अगर हम भी परचिंतन का धुआं निकालेंगे काला, तो ऊपर से बाबा देखेगा परम धाम से एक केरला के कौन सी फैक्ट्री से धुआं निकल रहे हैं, तो उसके बुद्धि का ताला ही बंद कर देगा। अब जिसका ताला बंद हो गया वो कहीं नहीं रहा। इसलिए ये परचिंतन की धारणा के ऊपर कई बार मुरली में बाबा कहते हैं, बच्चे झगमई नहीं करो, बच्चे किसी का परचिंतन नहीं करो। ये क्यों कहता है? क्योंकि इससे हमारा पुरुषार्थ में ढीलापन आता है। അതായത് ഇങ്ങനെ നമ്മളൊരു ഫാക്ടറിയിൽ നിന്ന് പുക വരികയാണ് എങ്കിൽ നമ്മളെന്ത് ചെയ്യും? ഈ പുക നമ്മുടെ വീട്ടിലും പടരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാതിലുകളെല്ലാം നമ്മൾ അടയ്ക്കുന്നു. അപ്പോൾ അതേപോലെ നമ്മൾ ഈ പരചിന്തനം പരദർശനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധി പൂട്ടപ്പെടുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ബാബയുടെ ഓർമ്മയിലിരിക്കാൻ സാധ്യമല്ല. ജ്ഞാനം അല്ലേ നമ്മുടെ ബുദ്ധിയിൽ തങ്ങി നിൽക്കുന്നതേ ഇല്ല അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പുരുഷാർത്ഥത്തിൽ നമ്മൾ പിന്നോട്ട് പോവാണ്, പുരുഷാർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. कई कहते हम करते नहीं, कोई आकर के सुनाता तो क्या करे? क्यों सुनाता है? हम सिर हिलाते, अच्छा और क्या हुआ? जब सिर हिलाने का तो सुनाने वालों को इंटरेस्ट आएगा। इसलिए कोई भी ऐसी बातें सुनाता है, सिर को पकड़ के रखो, हाँ भी नहीं करो ना भी नहीं करो। അതുകൊണ്ട് ഇപ്പം നമ്മൾ പറയും ഞാൻ അങ്ങനെയൊന്നും ആരോടും മാറിയൊന്നും പറയാറില്ല, പക്ഷേ മറ്റുള്ളവർ എൻ്റെ അടുക്ക വന്നിട്ട് പറയുകയാണ്
അപ്പോൾ അതാണ് ഈ പരചിന്തനം ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ അവർ പറയുമ്പോൾ നമ്മളെന്തിനാണ് അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് നമ്മളെന്തിനാ കേൾക്കുന്നത് അല്ലേ? അങ്ങനെയുള്ളവർ അങ്ങനെ പരചിന്തനത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ, മറ്റുള്ളവരെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹാന്നും പറയാൻ പാടില്ല, ഒന്നും പറയണ്ട. നമ്മളത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ ഇരിക്കണം. അതിൽ യാതൊരു താല്പര്യം കാണിക്കരുത്. कोई उल्टी करता है, क्यों करता है वोमिटिंग? क्योंकि चटपटी चीज़ें खाई, सड़ा हुआ खाया, गला हुआ साया खाया, पेट में डाइजेस्ट नहीं हुआ, फिर वो क्या करता? रात भर नींद नहीं आएगी तो क्या करेगा? उल्टी करेगा। उल्टी किस में की जाते हैं? वॉश बेसिन में। और कोई उल्टी करता है तो हमको अच्छा नहीं लगता, नाक बंद करके उसको कहते हैं उधर जा वॉश बेसिन में जा। അല്ലേ? ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ബേക്കറി പലഹാരമോ അത് ഇതൊക്കെ മേടിച്ച് കഴിച്ചു, കൂടുതൽ കണ്ട എണ്ണയിലൊക്കെ വറുത്ത സാധനം അത് ഇതൊക്കെ കഴിച്ച് നമ്മുടെ വയറിന് പിടിച്ചില്ല. അപ്പോൾ നമുക്ക് വയറിന് ആകെ അസ്വസ്ഥതയായിരിക്കും, ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, ആകെ നമ്മൾ അസ്വസ്ഥനായി അവസാനം ഇത് നമ്മൾ എന്ത് ചെയ്യും? ഛർദ്ദിക്കുമ്പോൾ നമ്മൾ വാഷ് ബേസിനിൽ പോയി ഛർദ്ദിക്കും അല്ലേ? അപ്പോൾ ആരെങ്കിലും ഛർദ്ദിക്കുകയാണെങ്കിൽ നമ്മൾ മൂക്കും പൊത്തി അവിടെ നിന്ന് എണീറ്റ് പോകുമല്ലേ? അപ്പം ഇതുപോലെ മറ്റുള്ളവർ പരചിന്തനം ചെയ്യുന്നതും മറ്റുള്ളവരുടെ കുറ്റവും കുറവും എന്ന് പറയുന്നത് നിങ്ങളെന്താ വാഷ് ബേസിനാണോ എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുക്കൽ വന്നത് ഛർദ്ദിക്കുമ്പോൾ അത് സ്വീകരിക്കാൻ, അതെങ്ങനെയാണ് സ്വീകരിക്കാൻ സാധിക്കുക? तो ये परचिंतन भी एक उल्टी है। और ये उल्टी कहाँ जी परचिंतन कहाँ किया जाता है? कान में। तो कान कोई वॉश बेसिन तो नहीं है ना? वैसे आकार कैसा है? सुंदर सा वॉश बेसिन है और बीच में एक नली भी है, होल भी है उसको। हाँ, जैसे उल्टी आते हैं तो हम वॉश बेसिन में जाते हैं, तो किसी को परचिंतन आता है तो क्या करता है? और हर एक का वॉश बेसिन फिक्स है, जब तक उसको नहीं सुनाएंगे चैन नहीं आएगी, हाँ नींद नहीं आएगी, तो उसको वॉश बेसिन को फ़ोन करके कहता है आ जाओ, वंडरफुल बात सुनाता हो, बड़ा चटपटी चीज़ें देखता है, सुनता है, फिर उसको बुला करके वॉश बेसिन में बड़ा खुश होकर आता है, बताओ क्या हुआ? हाँ, इसलिए ऐसी बातें सुनने से दिल में बाबा कैसा रहेगा? हाँ, खुशी कैसी रहेगी? इसीलिए परचिंतन की बातों से बच करके, ये समय परचिंतन करने का, किसी को देखने का नहीं है, ये पुरुषार्थ है, तीव्र पुरुषार्थ का। അല്ലേ? അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് പരചിന്തനം ചെയ്യാനുള്ള സമയമല്ല, തീവ്ര പുരുഷാർത്ഥം ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ മറ്റുള്ളവർ വന്നിട്ട് നമ്മളോട് പരചിന്തനത്തിൻ്റെ കാര്യങ്ങൾ കേൾപ്പിക്കുമ്പോൾ അവർ ഈ വാഷ് ബേസിനിൽ പോയി ഛർദ്ദിക്കുന്ന പോലെ എന്താണ്, നമ്മുടെ കാതാണ് വാഷ് ബേസിൻ അല്ലേ? നമ്മുടെ കാതിലാണ് വന്നിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത് അല്ലേ? അപ്പോൾ എന്താ അവർ നമ്മളുടെ അടുക്ക വന്ന് ഛർദ്ദിക്കുന്നത് പോലെയാണ് അല്ലേ? നമ്മളത് അത്രയും സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയല്ല, അത് നമ്മളുടെ പുരുഷാർത്ഥത്തിൽ വളരെ വലിയ വിഘ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്.